നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ചെമ്പരത്തി ചെടി കണ്ടോ? നമ്മുടെ ഗാർഡനിലെ ചെമ്പരത്തി ചെടിയാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ചെമ്പരത്തി ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ. നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന ചെമ്പരത്തി ചെടികളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നോക്കിയേ, എത്ര മനോഹരമായ പൂക്കളാന്ന് നോക്കിയേ. ഈ ഒരു ചെമ്പരത്തി ചെടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണേ. എത്ര ഭംഗിയാന്ന് നോക്കിയേ, നിറയെ മുട്ടുകളാണ്. ഇതിൻ്റെ മുട്ടുകൾ കണ്ടോ? ഞാൻ വെറുതെ ഭംഗി വാക്കുകൾ പറയല്ല, ഇതിൻ്റെ മുട്ടുകൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ കുഞ്ഞി പൂക്കളാണ്, പക്ഷേ നിറയെ ഉണ്ടാവും. കണ്ടോ? നിറച്ച് പൂക്കളും മുട്ടുകളും വിരിയുന്ന ഒരു ചെറിയൊരു ചട്ടിയിലാണ് നിൽക്കുന്നത്. വലിയ ചട്ടിയിലൊന്നുമല്ല ഞാനിത് വെച്ചേക്കുന്നത്. കണ്ടോ? ഈ വലിപ്പമുള്ള ചട്ടിയിൽ നിൽക്കുന്ന ഒരു ചെടിയുടെ കാഴ്ചയാണ് ഇത്രയും പൂക്കൾ. ഇപ്പം നമുക്ക് എണ്ണി നോക്കിയാൽ തന്നെ എത്ര പൂക്കളാന്ന് നോക്കി. അതുപോലെ മുട്ടുകളും നാളെ വിരിയാൻ നിൽക്കുന്ന മുട്ടുകൾ കണ്ടോ? നാളെ വിരിയാൻ നിൽക്കുന്ന മുട്ടുകൾ. അതേപോലെ തന്നെ ഈ പൂവിൻ്റെ ഒരു കളറ് കണ്ടോ? ഇത് റെഡ് ആണോന്ന് ചോദിച്ചാൽ റെഡും അല്ല, പിങ്ക് ആണോന്ന് ചോദിച്ചാൽ പിങ്കും അല്ല. റെഡും പിങ്കും കൂടെ ചേർന്നൊരു കളറാണ് ഇത് കണ്ടോ? പല കളറുകൾ നമ്മൾ കാണുമ്പോൾ എത്ര ഭംഗിയുള്ള കളറുകളാണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കുന്നതൊക്കെ ജൈവ വളങ്ങളാണേ. അപ്പോൾ അതിൻ്റെ കളറുകൾക്കൊക്കെ ഒരു വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ വളമാണ് ഞാൻ കൊടുക്കുന്നതിന്. കണ്ടോ? അടുത്ത ഒരു ചെമ്പരത്തി ചെടി കണ്ടോ? ഇത് നല്ല ക്യൂട്ട് ഫ്ലവറാണേ. നോക്കി, ഇത് സാധാരണ നാടൻ ചെമ്പരത്തിയൊന്നും അല്ല കേട്ടോ. ഇതെല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണ്. ഇതിൻ്റെ ഇല കണ്ടോ? നിങ്ങൾക്ക് ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വ്യത്യസ്തമായ ഇലകളാണ്. അതുപോലെ പൂക്കളും കണ്ടോ? ഈ ഒരു ചെമ്പരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണേ. ഇതിനെ ഞാനൊരു വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ചെറിയ ചെടിയാണെങ്കിൽ ഒരു ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്താൽ മതി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചെടിയിലൊക്കെ ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെടിയെ ബുഷാക്കി വളർത്തുക എന്നുള്ളതാണ്. ബുഷാക്കി വളർത്തുമ്പോൾ അതിന് നല്ല ശിഖരങ്ങളൊക്കെ ഉണ്ടാകും. ആ ശിഖരങ്ങളെല്ലാം പൂക്കളും മുട്ടുകളും ഉണ്ടാകും. നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്നാൽ അതിനെ ചെറിയൊരു പോട്ടിലേക്ക് ആദ്യം മാറ്റി കൊടുക്കുക. ചെറിയ ചെടിയായിരിക്കുമല്ലോ. ആദ്യം ആ ചെടിയിലുണ്ടായിരുന്ന പൂക്കളും മുട്ടുകളും ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അതിന് നല്ല രീതിയിൽ പടർന്ന് വളരാൻ വേണ്ടി നമ്മൾ അതിനെ ഒന്ന് അനുവദിക്കുക. അതാണ് ഒന്നാമത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ മണ്ടയൊക്കെ ഒന്ന് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ശിഖരങ്ങളൊക്കെ ആയിട്ട് പടർന്ന് പന്തലിച്ച് വളരും. കണ്ടോ? ഇപ്പം തന്നെ നമുക്കിതിനെ പ്രൂൺ ചെയ്യാറായിട്ട് വരുവാണ്. ഇതിപ്പോൾ വലിയ പോട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിറയെ ശിഖരങ്ങളും നിറയെ പൂക്കളും ഉണ്ടാവും. ആദ്യമേ തന്നെ നമ്മൾ ചെറിയൊരു ചെടി വാങ്ങിയിട്ട് വലിയ പോട്ടിൽ വെക്കാതെ ആദ്യം ചെറിയ പോട്ടിൽ വെക്കുക. അതിനുശേഷം ആ ചെടി വളരുന്നതിനനുസരിച്ച് അതിനെ മാറ്റി കൊടുക്കുക. അതിന് വേര് തിങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിന് വളരാൻ അതിനകത്ത് സ്ഥലമില്ല, പിന്നെ റൂട്ട് വരാനൊന്നും ഇടയില്ല. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി കൊടുത്ത് നല്ലൊരു പോട്ടി മിക്സൊക്കെ നിറച്ച് ഇച്ചിരി വലിയ പോട്ടിലോട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് വലിയ പോട്ടിൽ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ചെടി നന്നായിട്ട് വളരും. അതിൽ ധാരാളം പൂക്കളും ഉണ്ടാവും. അതേപോലെ ഈ ഒരു ചെമ്പരത്തി കണ്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണേ. ഇതിൻ്റെ കളർ കണ്ടില്ലേ? നല്ല റെഡ് കളറാണ്. കണ്ടോ? ഇതിലും എപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു ചെമ്പരത്തിയാണ്. കണ്ടോ? ഇതിലും കണ്ടോ ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കുന്ന കാഴ്ച കണ്ടോ? ഇതും ചട്ടിയിലാണേ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചട്ടിയിലും വെക്കാം, നിലത്തും വെക്കാം. നമ്മുടെ സൗകര്യം അനുസരിച്ച് നല്ല വെയിൽ കിട്ടുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് നിലത്ത് വെക്കാം. കണ്ടോ? അടുത്തൊരു പ്ലാന്റ് കണ്ടോ? എന്ത് ക്യൂട്ട് ഫ്ലവറാന്ന് നോക്കിയേ. കണ്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ, കണ്ടോ? ഇതാണെങ്കിൽ ഞാൻ ചെറിയൊരു ഇതിലോട്ട് ഇങ്ങനെ വെച്ചതാണ്. കണ്ടോ? ഇതിൽ വെച്ചാൽ ഇതിൽ നിറച്ച് ഇങ്ങനെ പിടിച്ചു വന്ന് നിറയെ പൂക്കളുമുണ്ട്. കണ്ടോ? കണ്ടോ? ആ ചെമ്പരത്തി തന്നെ നമ്മൾ നിലത്ത് വെച്ചേക്കുവാണേ. കണ്ടോ? ഇത് വലിയൊരു മൂടായിട്ടിങ്ങനെ വലിയൊരു കുറ്റിച്ചെടിയായിട്ടിങ്ങനെ വളർന്ന് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമുക്കിത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതൊക്കെ ഇപ്പോൾ പ്രൂൺ ചെയ്യാറായി. ഞാനിതിനെ പ്രൂൺ ചെയ്തൊക്കെ ഒതുക്കി നിർത്തുന്നതാണ്. ഇപ്പോൾ മഴയായപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് കണ്ടോ നല്ല രീതിയിൽ ഇത് വളർന്നു.
നല്ല ഭംഗിയാണ്. നമ്മൾ റോഡിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്, മതിലിറമ്പിൽ. അപ്പം നമുക്ക് എപ്പോഴും ഇത് പൂക്കൾ കാണാൻ പറ്റും. ഇങ്ങനെ പൂക്കൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെമ്പരത്തി ചെടി. ഇത് നമുക്ക് പ്രൂൺ ചെയ്ത് നമ്മൾ ഒതുക്കി നിർത്തിയാൽ മതി. എപ്പോഴും നിറയെ പൂക്കളുണ്ടാവും. പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ടിപ്സാണ് പ്രൂണിങ്. കണ്ടോ, ഇതുമെല്ലാം അതുപോലെ തന്നെ നിർത്തിയിരിക്കുന്ന ഒരു ചെമ്പരത്തി ചെടിയാണേ. നല്ല കളർഫുള്ളുള്ള ഇലകളുമായി നിൽക്കുന്ന ചെമ്പരത്തി കണ്ടോ, എത്ര ഭംഗിയായിരിക്കണം നോക്കി. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ നമ്മുടെ ഈ ചെമ്പരത്തി ഇതുപോലെ നിൽക്കും. കണ്ടോ എത്ര കളറാന്ന് നോക്കി ഒരിലയിൽ തന്നെ. പിന്നെ ഈ ഇതുപോലെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മളൊരു 6 hours മിനിമം ഇതിന് സൂര്യപ്രകാശം കിട്ടിയിരിക്കണം, എങ്കിലേ ഇതുപോലെ പൂക്കൾ ഉണ്ടാകത്തുള്ളേ. പിന്നെ പ്രൂണിങ്, അതുപോലെ തന്നെ വെള്ളം നമ്മൾ ആവശ്യത്തിന് മാത്രം കൊടുക്കുക. ഇതിന് വെള്ളം പെട്ടെന്ന് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ പ്രതികരിക്കുന്ന ഒരു പ്ലാന്റാണ് ചെമ്പരത്തി. പ്രത്യേകിച്ച് ചട്ടിയിൽ നിൽക്കുന്നത്, നിലത്ത് നിൽക്കുന്ന അത്രയും പ്രശ്നമില്ല. അപ്പം നമ്മൾ അതിന് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക. ഒത്തിരി വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാണ്ടല്ലോ പൂക്കൾ കുറയുമേ. അപ്പോൾ പൂക്കൾ കൂടുതൽ കിട്ടാൻ വേണ്ടി വെള്ളം ആവശ്യത്തിന് മാത്രം കൊടുക്കുക. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്റ്റെറാമിൽ ഇതിന് കൊടുക്കാമേ. സ്റ്റെറാമിൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. മൈക്രോ ന്യൂട്രിയൻറ്റും അടങ്ങിയിരിക്കുന്ന ഒരു വളമായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയിൽ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകും. ചെറിയ മൂലകങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടികൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ചെടി നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് വളരുകയും ചെയ്യും. നല്ല സ്റ്റെമ്മിനൊക്കെ നല്ല വണ്ണവും വയ്ക്കും. പ്ലാന്റ് നല്ല രീതിയിൽ വളരും. അങ്ങനെ സ്റ്റെറാമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളുടെ കളറ് പോലും മാറുന്നതായിട്ട് ഞാൻ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെറാമിൽ നല്ലൊരു ഫെർട്ടിലൈസറാണ്, അത് നിങ്ങൾ വാങ്ങിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റെറാമിൽ ഇടുവാണെങ്കിൽ നമ്മൾ എല്ലുപൊടി ഇടേണ്ട ആവശ്യമില്ല. ചെടി നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കവറിലായിരിക്കാം നമുക്ക് കിട്ടുന്നത്. നമ്മൾ അതുപോലെ ഒരു പോട്ടിൽ നല്ല ഇളക്കമുള്ള മണ്ണ്, മേൽമണ്ണ് നിറച്ച ഇതിൽ നമുക്ക് മണലുണ്ടെങ്കിൽ മണൽ ചേർക്കാം, അല്ലെങ്കിൽ നല്ല ചരലി ചേർന്ന മണ്ണും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളതിനെ അതിൻ്റെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ മടിക്കേണ്ട. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി പിന്നെ നല്ല രീതിയിൽ ശിഖരങ്ങളൊക്കെ വന്ന് നല്ല ബുഷായിട്ട് വളർന്നു വരത്തുള്ളൂ. ഇതുപോലെ നമ്മൾ വലിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും വർഷത്തിൽ ഒരു വട്ടം ഉണ്ടല്ലോ നമ്മൾ ഈ പോട്ടിൽ നിന്ന് ഇത് ഇളക്കി അതിന് നല്ലൊരു പോട്ടി മിക്സ് നിറച്ചൊന്ന് റീപോർട്ട് ചെയ്താൽ നല്ലതാണേ. അപ്പോൾ പിന്നെ അതിന് നല്ല രീതിയിൽ ഒന്നും കൂടെ വളരാൻ അതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൂൺ ചെയ്യണം. ഈ പ്രൂൺ ചെയ്യുന്നത് ഇപ്പോൾ ഈ പ്രൂൺ ചെയ്ത കമ്പുകളെയൊക്കെ നമുക്ക് മാറ്റി പിടിപ്പിക്കാൻ പറ്റുമേ. അത് അങ്ങനെ നമുക്ക് ഈ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് മേൽമണ്ണ് നിറച്ച ഒരു കവറിലോട്ട് വെച്ച് കൊടുത്താൽ മതി. റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അലോവേര അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണേ. നമ്മൾക്ക് ഇത്രയും ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്തും നമ്മുടെ ചെടിയിലെല്ലാം നിറയെ പൂക്കളുണ്ട്. കണ്ടോ, മുട്ടുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ്, റോസയിലും എല്ലാം. ഇതുപോലെ നമ്മുടെ സീനിയ വസന്തം എന്ന് പറയാം, അത്രയ്ക്ക് പൂക്കളിങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ്. സീനിയയുടെ തൈ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പല കളറുകൾ മിക്സ് ചെയ്ത് അയച്ചു തരാം. നമുക്ക് ചെമ്പരത്തി ചെടിക്കാണെങ്കിലും ഒരു 10 ദിവസം കൂടി നമുക്കുണ്ടല്ലോ വളങ്ങൾ മാറി മാറി കൊടുക്കാമേ. അത് ജൈവ വളങ്ങൾ തന്നെ നമുക്ക് മാറി മാറി കൊടുക്കാം. ഇപ്പം എന്തുണ്ടോ ഇത് ചെറിയ പോട്ടിലാണല്ലോ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ചെറിയ പോട്ടിലിരിക്കുന്ന ചെടിയായിട്ടും കൂടെ ഇതിന് ഇത്രയും പൂക്കളുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് ഈ ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാമേ. പൂക്കളുണ്ടാകാൻ വേണ്ടി നല്ലൊരു ഫെർട്ടിലൈസറാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ. കണ്ടോ, നിറയെ പൂക്കളുണ്ടാവും. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണേ. നമ്മുടെ ചെടിയുടെ ചൂടൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കണം. കളകളുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു മാറ്റിയിട്ട് നമുക്ക് ഇതിലുണ്ടല്ലോ ഒരു 10 ഗ്രാമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഒരു ശകലം കുറച്ച് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഏതൊരു വളവും നമ്മൾ ചുവടിനോട് മാറ്റി ചട്ടിയോട് ചേർത്തിട്ട് കൊടുക്കാം.
അപ്പോൾ ഏതൊരു ചെടിയാണെങ്കിലും ഉണ്ടല്ലോ, നമ്മളതിന് വേണ്ട വിധത്തിലുള്ള വളങ്ങളും ഒക്കെ കൊടുത്താൽ ഉണ്ടല്ലോ നമ്മുടെ ചെടിയൊക്കെ നിറയെ പൂക്കളുണ്ടാവും. ചെടിയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കുതിർന്ന് കിടക്കുക, എന്നാലും നമ്മൾ ചെറുകെ മേൽവശം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ വളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുവാണേ. കണ്ടോ, ഈ ചെമ്പരത്തിയുടെ ഇതിന് പൂക്കളുണ്ടാകുന്ന ചെമ്പരത്തിയാണ്, പക്ഷേ ഇതിൻ്റെ ഇലകൾ കണ്ടോ പൂക്കളെക്കാട്ടിലും ഭംഗിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.